1887 ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ മുഗൾ ചക്രവർത്തി ബഹദൂർ ഷാ രണ്ടാമനാണ്. സർ സയ്യിദ് അഹമ്മദ് ഖാൻ ആലിഘട്ട് പ്രസ്ഥാനം ആരംഭിച്ച വർഷം 1875. അടുത്തതൊരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ആദ്യത്തെ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ കോൺഗ്രസ് സമ്മേളനം 1912 ബങ്കിപ്പൂർ സമ്മേളനമാണ്. ഈ പ്രസ്താവന ശരിയാണ്. ജവഹർലാൽ നെഹ്റു പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനമാണ് 1912 ബങ്കിപ്പൂർ സമ്മേളനം. എന്നാൽ ഗാന്ധിജി പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം എന്ന് പറയുന്നത് 1901 INC സമ്മേളനത്തിലാണ് മഹാത്മാഗാന്ധിജി ആദ്യമായി പങ്കെടുത്തത്. എങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യൂ, ഗാന്ധിജിയും നെഹ്റുവും ഒന്നിച്ച് പങ്കെടുത്ത ആദ്യത്തെ INC സമ്മേളനം ഏതാണെന്ന്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ്, സ്വദേശി എന്ന മുദ്രാവാക്യം ആദ്യമായി ഉയർത്തിയത് 1905 ബനാറസ് സമ്മേളനത്തിലാണ്. ഈ പ്രസ്താവനയും ശരിയാണ്. അതായത് മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഒന്നാമത്തെയും രണ്ടാമത്തെയും സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അപ്പോൾ ഉത്തരം ഓപ്ഷൻ സി. ആറാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ കാരണം താഴെ പറയുന്നതിൽ ഏത് ആക്രമണവുമായി ബന്ധപ്പെട്ടതാണ്? ഇതിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. 1962 ചൈനയുമായി നടന്ന ആക്രമണവുമായി ബന്ധപ്പെട്ടാണ് ഇന്ത്യയിൽ ആദ്യമായി ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. ഏഴാമത്തെ ചോദ്യം, നാഷണൽ പ്ലാനിംഗ് കൗൺസിൽ രൂപീകൃതമായ വർഷം? അതിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, 1965. അടുത്തതും ഒരു സ്റ്റേറ്റ്മെന്റ് ചോദ്യമാണ്. ചുവടെ നൽകിയിരിക്കുന്ന സൂചനകളിൽ നിന്ന് ഉത്തരം തിരഞ്ഞെടുക്കുക. ദാരിദ്ര്യ നിർമ്മാർജ്ജനം മുഖ്യ ലക്ഷ്യമാക്കിയ പഞ്ചവത്സര പദ്ധതി. കാലാവധി പൂർത്തിയാക്കാത്ത ഏക പഞ്ചവത്സര പദ്ധതി. ഉത്തരം അറിയുന്നവർ പെട്ടെന്ന് കമന്റ് ചെയ്തേ. ഓക്കെ, ഇതിന്റെ ഉത്തരം ഓപ്ഷൻ സി ആണ്, 5ാം പഞ്ചവത്സര പദ്ധതി. വരാൻ പോകുന്ന കമ്പനി ബോർഡ് LGS എക്സാമിനായി ഇമ്പോർട്ടൻ്റ് ആയ മുൻവർഷ ചോദ്യങ്ങളെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക.